ഇത്രയും വലിയ സഹായം ചെയ്തിട്ട് 100 രൂപ താനത് ആള് കൊള്ളാരോടത് ഇപ്പൊ ശരിയായി. എന്താണോ കയ്യില്? എന്താ കയ്യില്? ഒരു 200 രൂപ. ഇതെങ്ങനെ വന്നു എൻ്റെ കയ്യില്? അയാൾ സ്നേഹത്തോടു കൂടി തന്നപ്പോ ഞാനിങ്ങനെ. അയാൾ സ്നേഹത്തോടെ കൈക്കൂലി ഒന്നാക്കിയാണ്ട് വാങ്ങി വെക്കും. കൈക്കൂലി അല്ല സാർ, തിരിച്ചു കൊടുക്കണത്. സാറേ ഇത് തിരിച്ചു കൊടുക്കണത്. കിട്ടിയില്ലേ സാറ്? ഒരു 100 രൂപ കൂടി ഉണ്ട്, അതുകൂടി കൊടുക്കണോ? എന്താ? ഞാൻ ഓഫീസറായിട്ടിരിക്കുക ഈ ഓഫീസിൽ ആരെങ്കിലും കൈക്കൂലി വാങ്ങിയെന്ന് ഞാൻ അറിഞ്ഞാൽ ഡോ എന്നോടും കൂടിയാ പറയണത്, വാങ്ങണത് പോലെ കുറ്റാണ് കൊടുക്കണതും. ഇനിമേൽ ഇവിടെ ആരെയും കൈക്കൂലി വാങ്ങിയെന്ന് ഞാൻ അറിഞ്ഞാൽ എവരിബഡി ഡിസ്മിസ്ഡ്. അണ്ടർസ്റ്റാൻഡ്? സാറ് പറഞ്ഞു കേട്ടല്ലോ. എടോ താൻ തന്നിട്ടല്ല ഞാൻ മേടിച്ചേ, ഇതിനൊക്കെ ഒരു ഒളിയും അറിയാൻ വേണം. അപ്പൊ ഞാൻ പറഞ്ഞതെല്ലാരും കേട്ടല്ലോ. കൈക്കൂലി അത് ഈ ഓഫീസിൽ ഞാൻ അനുവദിക്കൂല. എല്ലാരോടും കൂടിയാ പറയണത്. ആ സത്യശീലനെ കണ്ട് പഠിക്കണോ? ഈ സത്യശീലന് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നല്ലതാ, ആയിരിക്കട്ടെ. എടാവേ പുള്ളി കളിച്ച് തേടം പേരാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. ഇയാളെ എന്താണ് ഈ പറയുന്നത്? കൈക്കൂലി വാങ്ങിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പറയുന്നത്? പെണ്ണുമ്പിള്ള വഴക്ക് പറയത്തില്ലയോ? എന്നെയും പറയും. എനിക്കതല്ല സങ്കടം, എന്റെ ബ്ലീച്ച്, പെഡിക്യൂർ, മാനിക്യൂർ, ത്രെഡിങ് ഇതൊക്കെ ഇതുകൊണ്ടായിരുന്നു. എന്താ ഇതൊക്കെ? ഇത് ഞാൻ എല്ലാ മാസം മിൻചേച്ചിക്ക് കൊടുക്കണ കാശാ എന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ. അയ്യോ, എന്നിട്ട് ഇത്ര സൗന്ദര്യമുള്ളൂ നിങ്ങള്? അതെന്റെ വിധി. അയ്യോ അതെ സാറേ, എന്നാ എനിക്ക് ഒരു ഐഡിയ തോന്നുന്നുണ്ട്. എന്നാ? വാ, അതായത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നീങ്ങിയാൽ കാര്യങ്ങൾ എളുപ്പമാവും. അതായത് നമ്മൾ ഇവിടെ വെച്ചിട്ട് കൈക്കൂലി വാങ്ങാതിരുന്ന പോരെ? അതെന്നെ വർത്താനാന്നേ. കൈക്കൂലി ചൂടോടെ വാങ്ങിച്ചില്ലേ പിന്നെ എവിടുന്ന് കിട്ടാനാ? അതല്ലാന്ന്, ഇപ്പോ ഒരാള് നമ്മുടെ മുമ്പിൽ വരണു പറയാ ഒരാവശ്യത്തിന്, അയാളോട് നമ്മൾ ഒരു ചായ പണം പറയാ, എന്നിട്ട് ഈ ചായക്ക് ഇത്ര രൂപ അത് നിശ്ചയിക്കാം. ഈ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ തന്നെ രാത്രി ഉറക്കൂലെന്ന് എനിക്ക്. എടാവേ നിന്നോട് ചായ കുടിക്കാൻ ആരാ പറഞ്ഞത്? ചായ കുടിക്കാൻ പറഞ്ഞ പിന്നെ എടാവേ എനിക്കും ചായ ഇഷ്ടമല്ല. ഉദാഹരണത്തിന് എനിക്കിപ്പോ ഉഴുന്നോടെയാണ് ഇഷ്ടം. സത്യശീലൻ സാറ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കാണാൻ ആരെങ്കിലും വരുന്നു, നമുക്ക് അവരുടെ കൈക്കൂലി വാങ്ങിക്കണം. പക്ഷെ നമ്മൾ കൈക്കൂലിന്ന് നേരിട്ട് പറയുന്നില്ല. നമ്മൾ അവരോട് പറയുന്നു നിങ്ങൾ പോയിട്ടൊരു വട വാങ്ങിക്കാൻ പറയുന്നു. അപ്പൊ നമ്മൾ ചായക്കടക്കാരൻ തങ്കപ്പച്ചേട്ടനോട് നേരത്തെ പറയും ഒരു വടയ്ക്ക് 100 രൂപ വെച്ച് വാങ്ങിച്ചോണമെന്ന് അല്ലേ? അങ്ങനെ നമുക്കിപ്പോ 500 രൂപ വേണമെന്ന് വെച്ചു. നമ്മൾ അവരോട് പറയും നിങ്ങൾ പോയിട്ട് ഒരു 5 വട വാങ്ങിച്ചോണ്ട് വരാം. അപ്പൊ 500 രൂപ കൊടുത്ത് ഈ വട അവര് വാങ്ങിക്കും. വൈകുന്നേരം ഈ 500 രൂപ നമുക്ക് പോയി വാങ്ങിച്ചാ പോരെ? തങ്കപ്പച്ചേട്ടനോട് ഒരു എഗ്രിമെന്റ്. മനസ്സിലായി നിനക്ക്? മനസ്സിലായി. അതാണ് സാർ ഉദ്ദേശിച്ചത്. അപ്പോ ചായക്കും വടക്കും ലഡുവിനും ഒരു വില, ഏതെടുത്താലും 100 രൂപ. ഇതെന്നാ ദുബായ് വേണയോ? നിശ്ചയിക്കുക. അത് ശരി, എന്തൊക്കെ നിശ്ചയിച്ചാലും ആ കാലമാടനെ അറിയാതിരുന്നാ മതി കേട്ടോ. ഒതുക്കി ചെയ്യണം. അല്ലെങ്കിൽ തന്നെ എനിക്ക് അയാളോട് ദേഷ്യമാണ്. അതുകൊണ്ട് ഇന്ന് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒരു 1000 രൂപ കൂടുതൽ ഞാൻ മേടിക്കും സാറേ. ഞാൻ ഞാൻ ഉന്നോടാ. ഞാൻ ചായ. ഞാൻ ഗുലാബ് ജാമുൻ. അങ്ങനെ ആകുമ്പോ ഒരു പാക്കറ്റിൽ 12 എണ്ണം ഉണ്ടാവും. 1200 രൂപ കയ്യിലേക്ക് വരും മോനെ. മോളെ, ആധാരത്തിന്റെ കേസുമായിട്ട് ആളുകൾ വരുമ്പോഴാണ് ഇങ്ങനെ പറയാവൂ. വന്നു പറഞ്ഞു. ആര് പറഞ്ഞു? ആ പുറത്തിരിക്കുന്ന ചേട്ടൻ പറഞ്ഞു ചേച്ചി വന്ന് കണ്ടാ മതി. അയ്യോ ചേച്ചിയോ? പ്ലീസ് എന്നെ അങ്ങനെയൊന്നും വിളിക്കരുത്, എനിക്കധികം പ്രായമൊന്നും ആയിട്ടില്ല. എന്താ പേര്? എന്റെ സ്വന്തം പേര് വേണോ നാട്ടുകാർ വിളിക്കണ പേര് വേണോ? നിങ്ങളുടെ ശരിക്കുള്ള പേര് മതി. സുമേഷ്. സുമേഷ്? സുമേഷിന്റെ കാർഡ് വന്നിട്ടില്ല കേട്ടോ. വന്നിട്ടില്ലേ? സന്തോഷായി. എന്താ ഇനിയും വരാല്ല. ഹലോ വത്സലയ. വത്സലയ. ബിന്ദു നേരത്തെ കട്ടായി പോയിന്നേ. നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ഓ അതന്നെ അതന്നെ അതന്നെ. അപ്പൊ അപ്പുറത്തെ വീട്ടിലെ അമ്മായിമ്മേനെ കൺസൾട്ട് ചെയ്തിട്ടാ ബിന്ദുവിന്റെ അമ്മായിമ്മ ഈ യുദ്ധപരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തത്. അച്ഛോ, തിരിച്ചു പറഞ്ഞു വിടറോ തനിക്ക്? എൻ്റെ അമ്മായിമ്മേനെ പേടിയാ? എന്താ വറായില്ലേ? പോയിക്കോളൂ പോയിക്കോളൂ. ഓടോ പറഞ്ഞതാ. ആന്നേ, എനിക്കും അമ്മായിമ്മേനെ പേടിയാ. പിന്നെ എൻ്റെ മരുമകൾ വരുമ്പോ അതൊക്കെ അവളുടെ അടുത്ത് എടുത്തിട്ടിട്ട് പെരുമാറാലോ എന്നുള്ളൊരു ഒറ്റ ആശ്വാസത്തിലാണ് ഞാൻ ഇരിക്കണേ.
എന്താ പേര്? സുലൈമാൻ. അതൊരാണിന്റെ പേരല്ലേ ബിന്ദു? എന്നെ കണ്ടിട്ട് എന്താ നിനക്ക് തോന്നുന്നത്? അല്ല അതെ, ഇവിടെ ഒരാള് ബിന്ദുവിന്റെ അപ്പുറത്തെ വീട്ടിലെ അമ്മായിമ്മയുടെ പേര് ചോദിച്ചപ്പോ പേര് വന്ന് പറഞ്ഞു സുലൈമാൻ അത്രേ. അതെ, ഞാൻ പിന്നെ വിളിക്കാട്ടോ. ശരി ശരി ശരി. ബിന്ദുവിന്റെ അപ്പുറത്തെ വീട്ടിലെ അമ്മായിമ്മയുടെ പേര് സുലൈമാൻ എന്നൊന്നുമല്ല. അതെങ്ങനെയാവും എന്റെ പേരല്ലേ സുലൈമാൻ? നിങ്ങൾ ഇങ്ങനെ ആളെ വഷളാക്കരുത് കേട്ടോ. ഫോൺ ചെയ്യണതിന്റെ ഇടയിൽ കയറി വന്നിട്ട് പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കില്ലേ ബിന്ദുവിന്റെ അപ്പുറത്തെ വീട്ടിലെ അമ്മായിയുടെ പേര് സുലൈമാനാന്ന്. ഞാൻ എങ്ങനെ അമ്മായിയമ്മ ആവുക? അമ്മായപ്പനാണെങ്കിൽ പിന്നെയുണ്ട്, അത് താവണമില്ല. അല്ല എന്താ വന്നേ? എന്ത് വാങ്ങാൻ വന്നതാ? ഒന്നും വാങ്ങാൻ വന്നതല്ല, തരാൻ വന്നതാ. അയ്യോ, ഞാനിവിടെ ഗുലാബ് ജാമുൻ മാത്രമേ വാങ്ങാറുള്ളൂ. പിന്നെ സ്വയംവരൻ സാറാണെങ്കിൽ ഉഴുന്നുവടെ. ഗുലാബ് ജാമുൻ ഉഴുന്നുവടന്നല്ല, എന്റെ റേഷൻ കാർഡിൽ എന്റെ ഭാര്യയുടെ പേരൊന്ന് ചേർക്കണം. പടച്ചോനായിട്ട് ഞങ്ങളെ ചേർത്ത് തന്നിട്ടുണ്ട്, നിങ്ങളായിട്ട് ആ റേഷൻ കാർഡിൽ പേരൊന്ന് ചേർത്ത് തന്നാ മതി. അതെ, അതൊന്നും ചെയ്യണത് ഞാനല്ല, ദാ ഇരിക്കണ സാറാ. ആരാ ഉഴുന്നുവട സാറാ? എന്താ മൂപ്പരെ പേര്? ഉഴുന്നുവട സ്വയംവരൻ. കല്യാണക്കാരും പറയാൻ പറ്റിയ പേരാ, സ്വയംവരൻ. അസ്സലാമലൈക്കും. അല്ല, നമസ്കാരം. ഞാൻ എന്റെ ഭാര്യയുടെ പേരൊന്ന് റേഷൻ കാർഡിൽ ചേർക്കാൻ വന്നതാ സാറേ. പേര് സുലൈമാൻ. ഭാര്യയുടെ എന്റെ പേര് സുലൈമാൻ. സുലൈമാനെ, കല്യാണമൊക്കെ കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞു. നമ്മളൊന്നും വിളിക്കരുത് കേട്ടോ. എന്നിട്ട് ഭാര്യയുടെ പേര് ചേർക്കണമെന്ന് പറഞ്ഞ് വന്നോണം. അപ്പൊ പേര് ചേർക്കണം. അതെ. എന്താ ചൂടല്ലേ? ചൂടുണ്ട്, ചൂടുണ്ട്. ഭയങ്കര പരവേശം. വേനലല്ലേ, നല്ല ദാഹം ഉണ്ടാവും. അതെ അതെ, രാവിലെ കഴിച്ചതും കുടിച്ചതും ഒക്കെ തേച്ചു വന്നേ. അതിനോട് ക്ഷീണവും. അതെ അതെ, നല്ല പരവേശം ഉണ്ട് ഇല്ലേ? പിന്നെ ക്ഷീണം മാറ്റാനായിട്ടേ നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ? അല്ല, സാറിനല്ലേ ക്ഷീണം, സാറ് കഴിച്ചൊക്കെ വേണ്ട. എന്താ സുലൈമാനെ ഇത്? നമ്മുടെ ഭാര്യയുടെ പേര് കാട്ടി ചേർക്കണ്ടേ? നമ്മുടെ ഭാര്യയുടെ അല്ല, എന്റെ ഭാര്യയുടെ. ഭാര്യ താൻ എടുത്തോ? എന്തായാലും കാശ് കൊടുത്താ മതി. തോമസേ, ഇവന്നേ. സുലൈമാൻ നമ്മുടെ അടുത്ത ആളാ. പുള്ളിയുടെ കല്യാണം കഴിഞ്ഞു. സുലൈമാൻ ഒരേ പരാതി, കല്യാണത്തിന് എല്ലാത്തോണ്ട് ചെലവ് ചെയ്യണമെന്ന്. അപ്പൊ ഒരു കാര്യം ചെയ്യും, തോമസ് ക്യാൻറ്റീനിൽ പോയിട്ട് കുറച്ച് വട വാങ്ങിച്ചോണ്ട് വാ. എത്ര വട? വട ഒരു 10 വട വാങ്ങിച്ചോ. അല്ല, ഇക്ക് വേണ്ട, തങ്ങൾക്ക് ആവശ്യമുള്ള മേടിച്ചാ മതി. എന്നാ സുലൈമാനെ പറയുന്നത്? ഇത് ഞങ്ങൾക്ക് തിന്നാൻ തന്നെ. സുലൈമാൻ കാശ് കൊടുത്താൽ മതി. എത്ര? 1000 രൂപ 10 വടക്ക്. ഇത് എന്ത് വടയത്? എന്തുവാടാ? നിന്റെ സാറെ, രാജാക്കന്മാര് നടത്തണ തണുപ്പുള്ള ഹോട്ടലിലല്ലോ ഈ കായ്. 100 രൂപ ഒരു വടക്ക്. റിംഗ് ടോണാ? ഇക്ക, ഈ വട എന്നുള്ളത് ഒരു കോടാ. റേഷൻ കാർഡ് ശരിയാക്കണ്ടേ? അത് വേണം. അപ്പൊ അതും കൂടി ചേർത്ത് ഒരു 1000 രൂപ. പിന്നെ ഈ സാറ് 10 പൈസ നേരിട്ട് വാങ്ങിക്കൂല. സാറേ, എന്തിനാ നേരിട്ട് വാങ്ങണ? ഇങ്ങനെ 10 വട തിന്നാ പോരെ? എന്തെങ്കിലും ആവട്ടെ. അപ്പൊ 10 വട 1000 രൂപ. പോയി വാങ്ങിച്ചോണ്ട. എന്തായാലും വേണ്ടില്ല, എന്റെ ഭാര്യയുടെ പേര് റേഷൻ കാർഡിലേക്ക് ഒന്ന് ആയി കിട്ടിയാൽ മതി. എന്നാടാ സുലൈമാനെ ഇത് ഇങ്ങനെ പറയുന്നേ? നമുക്ക് ഭാര്യയുടെ പേരല്ല, ഭാര്യയെ തന്നെ റേഷൻ കാർഡിനകത്താക്കാം പോരെ? അല്ല സാറേ, അതെ, ഇങ്ങക്ക് ഇവിടുന്ന് എന്ത് ശമ്പളം കിട്ടും? കിട്ടും. സുലൈമാനെ, സ്വന്തം വീട് പോലെ കണ്ടോണം, ആവശ്യത്തിന് എടുത്ത് കഴിച്ചോണം. അലക്ക് വേണ്ട, നിങ്ങളെന്താ കഴിച്ചോളെ. 1000 തന്നപ്പോ തന്നെ എന്റെ വെള്ളം അറിഞ്ഞ്. അപ്പോ സാറേ, ഇതാണ് കാർഡ്, ഇതിലാണ് പേര് ചേർക്കേണ്ടത്. അയ്യോ സുലൈമാനെ, ഇതെന്തായിരുന്നോ? അതെ, ഞാൻ വിചാരിച്ചു പുതിയ റേഷൻ കാർഡ് ആയിരിക്കും. ഈ പഴയ റേഷൻ കാർഡ് പേര് ചേർക്കുന്നത് ഇവിടെ അല്ല, ആ സ്റ്റേഷൻ അവിടെയാ, സത്യശീലൻ സാറിന്റെ അടുത്ത്. നേരത്തെ പറയാൻ പാടില്ലേ? അപ്പൊ ഇനിയിപ്പോ ഇത് ഇവിടുന്ന് എടുത്തിട്ട് അവിടെ കൊണ്ടേ കൊടുക്കണോ അല്ലേ? പരിപാടിയാണോ കാണിച്ചത്? ഇതുമ്പോ മഷി ഉണ്ടായിരുന്നില്ലേ? മഷി എന്റെ 10 വടയുടെ ഫോമാണോ താൻ ഈ പരുവത്തിലാക്കിയത്? എന്നാ ചെയ്യാനാന്ന് ഓർത്തോണം. വർത്താനത്തിന്റെ ഇടയിൽ അറിയാണ്ട് ഇവിടെ ഇരിക്കണ്ട, തന്നെ കാണണ്ടിരിക്കുമോ? അപ്പൊ ഇത് അവിടെ കൊണ്ടേ കൊടുക്കാം അല്ലേ? ഇത് അവിടെ അല്ലെന്നേ, ഇത് ഇവിടെ, അവിടെ വേറെ കൊണ്ട് കൊടുക്കണം. കാർഡ് എടുക്കട്ടെ സാറേ. എവിടെ കൊണ്ടുപോയി വെച്ചേക്കണ്? ആക്രാന്ത് എന്ന് പറഞ്ഞ എന്താ സാറേ? ഞാൻ സുലൈമാൻ. സത്യശീല സാറേ, ഞാൻ സുലൈമാനാണ്. അല്ല, ഞാൻ എന്റെ സ്വന്തം കാർഡില് എന്റെ ഭാര്യയുടെ പേര് ചേർക്കാൻ വേണ്ടിട്ട് കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് കാർഡ്, ഇവിടെ വെക്കട്ടെ. എന്താണ് കാർഡ്? താൻ എന്താ കാണിച്ചത്? അല്ല, അപ്പൊ കാർഡ്
നിങ്ങൾ തരാൻ പറഞ്ഞു. ഞാൻ എന്താ ഇവിടെ വെച്ചത്? നിന്നോട് ആരത് ഇവിടെ വെക്കാൻ പറഞ്ഞത്? എന്താ റബ്ബേ, നിങ്ങൾ കാർഡ് ഞാൻ ഇവിടെ വെക്കട്ടെ ചോദിച്ചപ്പോ ആന്ന് പറഞ്ഞില്ലേ, അപ്പൊ വെച്ചു. ആര് ചോദിച്ചു? പടച്ചോൻ തന്നെ ഞാൻ ഈ കാർഡ് ഇവിടെ വെക്കട്ടെ എന്ന് ചോദിച്ചപ്പോ നിങ്ങള് 3 മൂളി, അതുകൊണ്ടാ അത് ഇവിടെ വെച്ചത്. ഞാൻ 3 മൂളും. വായിക്കുന്ന സമയത്ത് ഞാൻ മൂളും. എടോ, മായാവിയെ കുപ്പിയിലാക്കാൻ വേണ്ടിയിട്ട് ഡാഗിനിയും കുട്ടൂസനും കൂടെ കുതന്ത്രങ്ങൾ മെനയുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മൂളും. അതിന്റെ അർത്ഥം മായാവിനെ കുപ്പിയിലാക്കാൻ ഞാൻ സഹായിക്കുന്നു എന്നാണോ? അല്ല. എന്ത് കഥയൊക്കെ ഇപ്പൊ ഈ പറയണത്? അതെ, നിങ്ങൾ ഈ കാർഡിൽ പേരൊന്ന് ചേർക്കാൻ വേണ്ടോ? ആരുടെ? മായാവിയുടെയോ? അല്ല, ഡാഗിനിയുടെ, നിന്റെ ഭാര്യയുടെ പേര്. ഓ, ഡാഗിനി നിന്റെ ഭാര്യ മായാവി. നീ ആകെ എന്നെ കൺഫ്യൂഷൻ ആക്കിയല്ലോ. തോമസേ. അതെ, എത്തി സാർ. ആ, വാ. അതെ, നീ പോയിട്ട് എനിക്കൊരു ചായ വാങ്ങിച്ചിട്ട് വാ. ആ, ചായ സാറിന്റെ പറ്റിലോ അതോ ഇങ്ങനെ വകുപ്പിലോ? ഇപ്പൊ എന്റെ പറ്റില് വാങ്ങിച്ചോ, ഇത് പിന്നെ ആവാം. പോയിട്ട് വാ. അപ്പോ നിങ്ങൾ പഴയത് സറണ്ടർ ചെയ്യുക. പിന്നെ ആപ്ലിക്കേഷൻ ഇതിന്ന് വെട്ടി മാറ്റാനുള്ള ഒരു NOC രണ്ടിന്റെ ഓരോ കോപ്പി ആയിട്ട് വന്നോളൂ. എല്ലാത്തിന്റെ ഒറിജിനൽ കോപ്പി ഇന്ത്യയിലുണ്ട്. അപ്പൊ ഓരോ കോപ്പി അല്ലേ വേണ്ടോ? അപ്പൊ തന്നെ കൊണ്ടുവരാം. അല്ല, ഇത് ശരിക്കുള്ള മൂളലോ അതോ ഡാഗിനിക്കുള്ള മൂളലോ? ഈ ആദ്യം പറഞ്ഞത് കേക്കടോ. ഈ ആള് കുഴപ്പമില്ലല്ലോ. ഇത് കുട്ടൂസിനായിരുന്നല്ലേ? ഒന്നുമില്ല. എന്താ പറഞ്ഞേ? അത് വേണ്ട സാറേ. റേഷൻ കാർഡ് എന്താണ്? റേഷൻ കാർഡ് കൊണ്ടുവരാൻ പറഞ്ഞു. ഒറിജിനൽ. ആര് പറഞ്ഞു? സാറ് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല. സാറല്ലേ പറഞ്ഞു ഒറിജിനൽ കാർഡ് കൊണ്ടുവരാൻ. ഒറിജിനൽ കാർഡ് കൊണ്ടുവരാൻ ഞാൻ പറയില്ല. എനിക്ക് ഫോട്ടോ കോപ്പി മതി. സാറേ, എങ്കിൽ ഈ കാർഡ് ഇവിടെ ഇരിക്കട്ടെ. ഇതെന്തിനാണോ ഇവിടെ വെക്കണത്? എന്നിട്ട് ഇത് പോയിട്ട് വേണം വെറുതെ അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടായിട്ട് കണ്ണീര് കഴിയും. എന്നെ കൊണ്ട് പറ്റില്ല. അല്ല സാറേ, എന്റെ പുതിയ എന്റെ ജോലി കളയാൻ വേണ്ടി വന്നതാണ്. എടാ, ഫോട്ടോ കോപ്പി കൊണ്ടുപോടോ. എവിടുന്ന് വരണടാ ഇവനൊക്കെ? അതേ, നീ എന്തൊക്കെയാന്ന് സ്വിമ്മിംഗ് പൂളിൽ ഉണ്ടായേ? എന്താ പേര്? എന്താ പേരെന്ന് എന്നോടാ? അത് ശരി, നിങ്ങൾ അമ്മായിമ്മയുടെ പേരും അടുത്ത വീട്ടിലെ അമ്മായിമ്മയുടെ പേരൊന്നും ചോദിച്ചൊക്കെ അറിയില്ല എന്നോട്. അതൊക്കെ അന്ന് കഴിഞ്ഞ കാര്യമല്ലേ, നിങ്ങൾ എന്തിനാ അതൊക്കെ ഇപ്പൊ ഇവിടെ പറയണേ? അതെ, ഞാൻ പിന്നെ വിളിക്കാട്ടോ. പിന്നെ മറക്കണ്ട, നമ്മൾ ശ്രീരേഖയുടെ സ്വിമ്മിങ് സ്യൂട്ടിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ശരി. എന്താ പേര്? സുലൈമാൻ. സുലൈമാൻ വന്നിട്ടില്ല. അപ്പൊ അതറിയാനല്ലേ നമ്മൾ കുത്തിക്കെട്ടി ഇതുവരെ വന്നത്. അത് ശരി, അതറിയാൻ നിങ്ങൾ ഇങ്ങോട്ട് കുത്തിക്കെട്ടി വരേണ്ട ആവശ്യമുണ്ടോ? അതിനല്ലേ ഞങ്ങൾ ഇവിടെ ഇരിക്കണേ. അല്ല, നമ്മള് പറഞ്ഞതേ. അല്ല, നിങ്ങൾ എന്ത് വന്നിട്ടില്ല എന്നാ പറഞ്ഞത്? നിങ്ങളുടെ കാർഡ് വന്നിട്ടില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്. അത് ശരി. പിന്നെ ഞാൻ പറഞ്ഞത് ഈ കാർഡിന്റെ കാര്യം അന്വേഷിക്കാൻ അങ്ങടെ സാറ് നമ്മുടെ പൊരയില് വന്നിട്ടില്ല. അതാണോ? അതിന്റെ കാര്യം ഞാനല്ല, സത്യശീലൻ സാറാ നോക്കണേ. അങ്ങോട്ട് ചെന്ന് ചോദിച്ചോളൂ കേട്ടോ. അല്ല, മൂപ്പര് ബിസിയാണല്ലോ. ആള് ബിസി ഒന്നല്ല, ആൾക്കാര് കാണാൻ വരുമ്പോ അങ്ങനെ തന്നെ ഇരിക്കുക, ബാലരമ വായിക്കുക. എന്താ സാറേ, സാറ് പറഞ്ഞ എല്ലാ പേപ്പറും എന്തത് വേണ്ടേ? ഇത് എടോ, തന്റെ ആ കേസിലെ ആകെ എന്തോ ഒരുമാതിരി കൺഫ്യൂഷൻ ആണ്. എനിക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. അത് സാറ് ചായ കുടിച്ചേ, ഇപ്പൊ ക്ലാരിറ്റി കിട്ടും. കിട്ടിയാ? ഇല്ല. എന്നാ തിരുകൂടി കുടിച്ചു നോക്കിയേ. ചായ കഴിയാറായി. ഇപ്പൊ കിട്ടിയില്ലേ? പിടുത്തം കിട്ടിയില്ലേ? ഒന്നും കിട്ടുന്നില്ല. ആകെ ബ്ലാങ്ക് ആയ മാതിരി തോന്നുന്നു എനിക്ക്. ഒരു കാഴ്ചയും വരുന്നില്ല, ഒരു ആലോചനയും വരുന്നില്ല. സാറേ, ഒരു ചായ കൂടെ പറഞ്ഞാലോ? അതെന്നാ പിന്നെ അതാ നല്ലത്. ഒരു സുലൈമാനും കൂടി കുടിച്ചിട്ടൊന്നും അങ്ങോട്ട് ആലോചിച്ചാ അപ്പടി പിടുത്തം കിട്ടും. ഇതെന്താ നീ ആദ്യം പറയാതിരുന്നത്? എടോ, എന്നാ പിന്നെ ഈ ചൂടില്ലാത്ത വെള്ളം കുടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത് ശരി. അപ്പൊ ഒരു ചായ പറഞ്ഞോ. അപ്പൊ ഒരു ചായ പറയാല്ലേ? അപ്പൊ 2 ചായക്ക് എത്ര പറഞ്ഞു? 200 രൂപ. 200. കൊണ്ടുപോയി ചായ മേടിച്ചു കൊടുക്ക. അതെ, ഇപ്പൊ എനിക്ക് ഒരുമാതിരി തെളിച്ചൊക്കെ വരുന്നുണ്ട്. അത് വരും. അതെന്താന്ന് അറിയില്ല. അത് മനസ്സിലായി. ഇതൊക്കെ ഇങ്ങോട്ട് കാണിക്ക്. ഇതിവിടെ ഇരിക്കട്ടെ. നിന്റെ ഫയൽ ഇവിടെ എവിടെയോ ഉണ്ട്. എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. പിന്നെ എന്താ വെച്ചാല് അയാൾ ഒരുമാതിരി തൊരടി മനുഷ്യനാണ്, ഓഫീസറെ. അപ്പൊ അയാൾക്ക് ലഡു, വട, ചായ ഇതൊന്നും മൂപ്പർക്ക് പിടിക്കില്ല. മൂപ്പരാണ് ഇപ്പൊ ഈ ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടതേ. അല്ല, ഈ 15 ദിവസം കഴിഞ്ഞിട്ട് വന്നില്ലെങ്കിൽ നേരെ വത്സല മാഡത്തിനെ വന്ന് കണ്ടാ മതി കേട്ടോ. ഏത് എപ്പോഴും ആ ഫോൺ ചെയ്തിരിക്കണേ. കുട്ടൂസന്റെ ഗുഹയില് പെട്ടു എന്നാ തോന്നണത്.
ഇതെന്നെ പരിപാടിയാ സുലൈമാനെ? തന്റെ വീട്ടിൽ തന്നെ പെണ്ണുമ്പിള്ളമാരെ സംസാര സമ്മേളനോ? അതെന്താ സാറേ അങ്ങനെ ചോദിച്ചു? എടോ, ഈ കാർഡിൽ ഒരു പെണ്ണുമ്പിള്ളയുടെ പേര് എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ വേറൊരുത്തിയുടെ പേര് ചേർക്കാണല്ലോ താൻ വന്നിരിക്കുന്നത്. അതിന് സാറേ അവള് എന്നെ പറഞ്ഞു. ഓള് പോയി. അയ്യോ, അത് വലിയ അന്ധകരണമായി പോയി കേട്ടോ. സോറി കേട്ടോ. അപ്പൊ പറ, അടിയന്തരത്തിന് എന്നായിരുന്നു? സദ്യയായിരുന്നു? ഞങ്ങളുടെ അവിടെ സഞ്ചാരത്തിന് ഇഡ്ഡലി സാമ്പാറുവാ. ഇയാളുടെ വയറ്റിലെന്താ കൊക്കപ്പുഴുണ്ട്? അതല്ല. അപ്പൊ ഈ ഭാര്യ? ഇത് ഞാൻ 6 മാസം മുമ്പ് നിക്കാഹ് ചെയ്ത എന്റെ ഭാര്യ. ഭാര്യ മരിച്ചിട്ട് ഇപ്പൊ എത്ര നാളായി? 6 മാസം. താനാള് കൊള്ളാലോ സുലൈമാനെ. തൻ്റെ ആദ്യത്തെ ഭാര്യ മരിച്ചിട്ട് 6 മാസം, താൻ രണ്ടാമത് കല്യാണം കഴിച്ചിട്ടും 6 മാസം. ഇതെന്നെ മരിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ കിട്ടിയായിരുന്നു. എല്ലാവരും പറയുന്ന പോലെ തൻ്റെ കൊച്ചുങ്ങൾക്ക് തള്ളയില്ലാതായി പോകുന്നുണ്ടെന്നല്ലോ താൻ രണ്ടാമത് കിട്ടിയത്. അത് ശരി. അതെന്താ സാറ് കണ്ടു കിട്ടിണ്ടാ? അപ്പൊ താൻ ഒരു കാര്യം ചെയ്യും, തൻ്റെ ആദ്യത്തെ ഭാര്യയുടെ പേരിൽ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോണ്ട് വാ. ഇത് ഇടോ, മരണ സർട്ടിഫിക്കറ്റ്. അതിന് ഓള് മരിച്ചിട്ടില്ലല്ലോ. മരിച്ചിട്ടില്ലാത്ത തൻ്റെ പുതിയ പെണ്ണുമ്പിള്ളയില്ലയോ, തൻ്റെ പഴയ പെണ്ണുമ്പിള്ളയുടെ പേരിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. എന്നിട്ട് അതുകൊണ്ട് വന്നിട്ട് ഈ റേഷൻ കാർഡിൽ നിന്ന് അവരുടെ പേര് വെട്ടണം. അത് മാത്രം പോരാ, തൻ്റെ പുതിയ പെണ്ണുമ്പിള്ളയുടെ പേരിൽ അത് ചേർക്കും വേണം. അതിനൊക്കെ മുമ്പ് വേറൊരു കാര്യം താൻ ചെയ്യണം. അവരുടെ വീട്ടിൽ നിന്ന് ആ പുതിയ പെണ്ണുമ്പിള്ളയുടെ പേര് അവിടുത്തെ റേഷൻ കാർഡിൽ വെട്ടിക്കാൻ താൻ ശ്രമിക്കണം. അതിന് കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റം തന്നെ അവളുടെ പേര് ആ കാർഡിൽ നിന്ന് അവര് വെട്ടിയില്ലോ. അതെന്നെ പറ്റി? ഓളിന്റെ കൂടെ ചാടി പോന്നല്ലേ. അപ്പൊ ആ കല്യാണത്തിന് സദ്യ ഇല്ലായിരുന്നു? നിങ്ങക്ക് ഞാൻ എന്തെങ്കിലും ഇത്തിരി തിന്നാൻ മേടിച്ചേ. അങ്ങനെ വഴിക്ക് വാ, ഞാൻ തോമാച്ചിനെ വിളിക്കാം. തോമാച്ചോ, എന്താ സാറേ? നീ വന്നേ. എന്താ വാങ്ങണ്ടേ? വടയോ ചായയോ? വടയും ചായയോ ഒന്നും വേണ്ട, 3 പാക്കറ്റ് ചോക്ലേറ്റ് ഇങ്ങ് വാങ്ങിച്ചോ. ഇപ്പൊ കൊണ്ടുവരാം. ഞാൻ ഒരു ആവേശത്തിൽ പറഞ്ഞു എന്നുള്ളൂ. ഈ ആവശ്യം എപ്പോഴും വേണം. അല്ലത് എന്തിനിപ്പോ നിങ്ങൾക്ക് ഈ 3 ചോക്ലേറ്റ്? ഇവിടെ ഒന്ന് എന്റെ ഭാര്യ മരിച്ചെന്റെ, പിന്നെ ഒന്ന് എന്റെ കല്യാണത്തിന്റെ. അപ്പൊ വേറെ ഒരെണ്ണം? മൂന്നാമത്തെയോ? അത് കഴിഞ്ഞ പിന്നെ റിസപ്ഷൻ ഇല്ലയോ അതിന്റെ? എന്റെ സുന്നത്ത് കല്യാണം പറയാൻ ഞാൻ നന്നായി. 4 സമാനായ സാറേ, ഈ ഇതിന്റെ കാര്യങ്ങളൊന്നും നടക്കണ കാര്യമല്ല. ഡെത്ത് സർട്ടിഫിക്കറ്റ് സുലൈമാനെ. അതന്നെ. അയ്യോ, ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം. കാര്യം മരിച്ചതിനുള്ള തെളിവാണ് ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ്. അതില്ലേ എങ്ങനെ നടക്കാനാ? എന്റെ മുഖത്ത് തന്നെ ഒരു എണ്ണക്കേട്. സാറിന്റെ ദയനക്കേടിന്റെ ആയിരിക്കും. എടോ, മരണമായി കഴിഞ്ഞാൽ മരണ സർട്ടിഫിക്കറ്റും വേണം, അടിയന്തരത്തിന് സദ്യയും വേണം. അത് മസ്റ്റാണ്. ഇനിയിപ്പോ ഉള്ള കാര്യം പറയാലോ സാറേ. ഓളും മയ്യത്തായതൊന്നല്ല. പിന്നെ അപ്പുറത്തെ വീട്ടിലെ ഓട്ടോക്കാരൻ ജമാലിന്റെ കൂടെ ഓള് ഓടിപ്പോയതാ. അതിന്റെ വാശിക്കാണ് പിറ്റത്തെ ആഴ്ച തന്നെ ഞാൻ വേറെ നിക്കാഹ് കഴിച്ചത്. അപ്പം ഡെത്ത് സർട്ടിഫിക്കറ്റ് നടക്കൂല. അത് ശരി സാറേ. എന്നാ സാറേ ഈ സുലൈമാൻ പറയുന്നത് കേട്ടോ? ഇവിടെ ആദ്യത്തെ പെണ്ണുമ്പിള്ള ഒരു ഓട്ടോക്കാരനോട് ഒളിച്ചോടി പോയി. അയ്യോ, അതിന്റെ വാശിക്ക് പുള്ളി രണ്ടാമത് വീണ്ടും കെട്ടി. ആ പെണ്ണുമ്പിള്ളയുടെ പേര് ഈ റേഷൻ കാർഡിൽ ചേർക്കാൻ വേണ്ടി വന്നിരിക്കുക. അമ്മ എന്നാ ചെയ്യും? അതിന് സുലൈമാനെ, നിങ്ങളുടെ ആദ്യത്തെ ഭാര്യയില്ലേ, അവരുടെ കയ്യിൽ നിന്ന് ഡൈവേഴ്സ് ആയി എന്നുള്ള പേപ്പർ വാങ്ങിച്ചിട്ട് വരണം. പിരിയൽ സർട്ടിഫിക്കറ്റ്. അതൊന്നും നടക്കണ കാര്യമല്ല സാറേ. അതന്നെ. ഓളൊന്ന് മൊഴി ചൊല്ലാൻ വേണ്ടിട്ട് ആളെ കിട്ടാണ്ടാണ് ഞാൻ ഇടങ്ങറായിട്ട് നടക്കുന്നത്. എന്താ നിങ്ങളുടെ പ്രശ്നം? ഇക്കൊന്ന് ദുബായിക്ക് പോണം. അതിന് ഓളെ കൂടി ഒന്ന് കൂടെ കൊണ്ടുവച്ചിട്ടാണ് ഞാന്. അതിന് ഈ പേരൊന്നും അതിന് ചേർത്ത് കിട്ടിയാ മതി. അപ്പൊ എന്നാ ചെയ്യും? ഒരു വഴിയുണ്ട്. എന്നാ വലിയ ഉപകാരമായി. പക്ഷെ ചായ പറയണം. എന്താ സാറേ? കുറച്ച് ചായ. കുറച്ച് ചായ? എന്നാ എന്റെ ഒരു ചായ കുറച്ച് പറഞ്ഞാ മതി. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ ചായ കുടിക്കലില്ല. 100 ലാഭിക്കാലോ. അതെങ്ങനെ ശരിയാവണം? ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചായ കുടിക്കാറുള്ളൂ. അല്ല, ഇത് ചായ പറയലല്ലാണ്ട് വേറെ ഒരു മാർഗമില്ലേ? എന്നാ പട പറ. തോമസേ, എന്താ സാറേ? ഒരു 10 ചായ, അതിൽ 3 എണ്ണം കൊണ്ടുവന്നാ മതി. സാറിനുള്ള വടയും വാങ്ങിച്ചോട്ടോ. 1000 പോയി. അല്ല, അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടത്? നിങ്ങളെ ഒരു കാര്യം ചെയ്യ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഭാര്യയില്ലേ, ഇപ്പോഴത്തെ ഭാര്യ പെങ്ങളാണ് പറഞ്ഞിട്ട് കാർഡിൽ ചേർത്താ മതി. അത് ശരിയാവില്ല. അത് ശരിയാവില്ല. നാട്ടുകാരെന്താ വിചാരിക്കുക? പിന്നെ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നാട്ടുകാർക്ക് വിരോധമില്ലാത്ത കാര്യങ്ങളല്ലേ. എന്നാലൊരു ഭാര്യനെ സഹോദരിയാക്കുക എന്നൊക്കെ പറഞ്ഞ അത് തെറ്റല്ല സുലൈമാനെ. ഇപ്പൊ സഹോദരിയെ ഭാര്യയാക്കുന്ന തെറ്റ് അല്ല, തിരിച്ചു തെറ്റില്ല. എനിക്ക് അനുഭവമുള്ള. അല്ലാതെ വേറെ ഒരു വഴിയില്ലേ? ഞങ്ങൾ പേപ്പറുകൾ നീക്കിത്തരാം. ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ഓഫീസർ വീട്ടിൽ വരുന്ന സമയത്ത് ഭാര്യയോട് പെങ്ങളായിട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഞാന് വൈസ് വേഴ്സാന്ന് കേട്ടിട്ടില്ലയോ? വൈസ് വേഴ്സാ ഇതൊക്കെ ഈ പറയണത്. നിങ്ങളുടെ ഭാര്യ പെങ്ങളായിട്ട് അഭിനയിക്കുമ്പോ നിങ്ങൾ ആരാണ്? ഭാര്യൻ. അല്ല
സഹോദരൻ. സഹോദരൻ. ആ അപ്പൊ ഓക്കെ, നെക്സ്റ്റ് ഇൻസ്പെക്ഷൻ 15 ദിവസം കഴിഞ്ഞ്. അതെ. ഓക്കെ. ആ അതെ, അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ ചായയും കാപ്പിയൊക്കെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാട്ടാ. തൊയ്യിലോ ലൊട്ടിലൊയ്യുക. തുറന്നോളൂ. അതെ, ഇത്രയും ദിവസമായിട്ട് ഓഫീസർ ഇൻസ്പെക്ഷന് വീട്ടിൽ വന്നിട്ടില്ല. 15-30 ദിവസമായി. അല്ല, അയാൾക്ക് ഇപ്പൊ വല്ല ഉഴുന്നുവടയോ ചായയോ ഗുലാബ് ജാമുനോ വാങ്ങിച്ചു കൊടുക്കാന്ന് വെച്ചാൽ വാങ്ങൂലല്ലോ ആ കണ്ടാമൃഗം. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്കാണെങ്കിൽ ദുബായിക്ക് പോവാനുള്ള ഡേറ്റ് മടുത്തു വരിക. ഓഫീസർ വരുമോ? ഓഫീസറും വരണ്ടോ ദുബായിക്ക്? അതല്ല, ഇൻസ്പെക്ഷന് വരുമോന്ന്. അങ്ങനെ എന്നിട്ട് വേണം എന്റെ ഭാര്യയാണോന്ന് ആ, സഹോദരി, അത് മറക്കണ്ട. അല്ലാ, തന്നെ സഹോദരി. ഹേയ്, ഇതൊക്കെ എന്റെ ഓട്ടവായിന്ന് പുറത്തേക്ക് ചാടും എന്നൊക്കെ തോന്നുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം റേഷൻ കാർഡിൽ പേര് ചേർത്ത് വിസ ഉണ്ടാക്കി പാസ്പോർട്ട് ഉണ്ടാക്കി. അല്ലാ, ആലോചിക്കുമ്പോ എനിക്ക് ഭ്രാന്താ വരുന്നത്. ഒരു കാര്യം ചെയ്തോളൂ, ഓഫീസറോട് നേരിട്ട് പറഞ്ഞോളൂ. ഇതേതങ്ങടെ ഓഫീസർ? ഒരു ഓഫീസും കുറെ ഓഫീസർമാരും. അല്ലാ. ഹലോ. ആ, എന്നിട്ടോ? അത് റെഡും പിങ്കും അല്ലേ സ്വിമ്മിങ് സ്യൂട്ടിന്റെ കളറ്? അല്ല സാറേ, നിങ്ങൾ എന്ത് കളിയാ കളിക്കുന്നത്? എന്തേ ഇപ്പൊ എന്റെ പ്രശ്നം? അത് ശരി, നിങ്ങളിപ്പോ നമ്മുടെ ഭാഷ നമ്മളോട് തന്നെ പറഞ്ഞ് നമ്മളെന്നെ കളിയാക്കുക. നിങ്ങൾ കാര്യം പറയും മാഷേ. അല്ല, നിങ്ങളുടെ പോര എവിടെ? കോഴിക്കോട്. ആയി ശരി, കോഴിക്കോട്ടുകാരനാ? എന്നിട്ടപ്പോ ഞാൻ അങ്ങനെ കിടന്ന് കളിക്കുന്നത്? എന്റെ പൊന്ന് സാറേ, ഞാൻ എന്റെ ഭാര്യയുടെ അല്ല സഹോദരിയുടെ പേര് റേഷൻ കാർഡിൽ ഒന്ന് ചേർക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു സുലൈമാൻ. അതന്നെ. സുലൈമാൻ എത്രയാ പ്രായം? ഇക്ക് 40 നടപ്പാ. സഹോദരിയുടെ നടപ്പ്? നല്ല നടപ്പ്. അതല്ല സുലൈമാനെ, സഹോദരിന്റെ പ്രായോ? പ്രായം 30 ആയിട്ടുണ്ട്. 30 അല്ലേ? അതെ. ഏതായാലും ഞാൻ വീട്ടിൽ വന്നിട്ടേ ഒന്ന് നേരിട്ട് കണ്ടിട്ട് തീരുമാനിക്കാം. അല്ല, 30 ആയിട്ടുള്ളൂ. വയസ്സിന്റെ കാര്യമല്ല സുലൈമാനെ, റേഷൻ കാർഡിൽ പേര് ചേർക്കണ്ടേ? എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാണ്ടിരിക്കേ. ഞാൻ വരാ. അല്ല, അപ്പൊ നിങ്ങള് എപ്പോഴാ വരിക? എന്തിനാ? അല്ല, നിങ്ങൾ വരുമ്പോ എന്റെ ഭാര്യ അല്ല സഹോദരി വീട്ടിലുണ്ടാവണല്ലോ. അത് വേണോ? അപ്പൊ ആ സമയത്ത് ഞാനും അവിടെ ഉണ്ടാപ്പ. അപ്പൊ സഹോദരന്റെ വാക്കും കൂടി നിങ്ങൾക്ക് കേൾക്കാലോ. അപ്പൊ ഞാൻ വരാം. എപ്പോ വരും? നാളെ. എപ്പോ വരും? നാളെടോ. അല്ല അതെ സാറേ, നാളെ എപ്പോ വരും എന്നാ ചോദിക്കുന്നത്. 10 മണിക്ക് വരും. ഷാർപ്പ് 10:30 മണി കഴിഞ്ഞാ പിന്നെ എന്നെ നോക്കണ്ട. അതെ അല്ലേ? അപ്പൊ എന്നാ ഞാൻ എന്റെ ഭാര്യയോട് അല്ല സഹോദരിയോട് പറയാം. നിങ്ങൾക്ക് ഈ ഭാര്യ സഹോദരി ഇടക്കിടക്ക് മാറിപ്പോണ്ടല്ലോ. അത് ഭാര്യ മരിച്ചു പോയില്ലോ സാറേ, അതിന്റെ ഒരു. എന്നാ ശരി. അല്ല സാറേ, ഇനി എന്താ പ്രശ്നം? അതായത് സുലൈമാനെ, സഹോദരി പറഞ്ഞ ചില കാര്യങ്ങൾ സത്യല്ലാന്ന് നമുക്ക് തോന്നി, അതുകൊണ്ട് നമ്മൾ റിപ്പോർട്ട് എഴുതിയിട്ടില്ല. അത് സാർ ഓളെ എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടാവും. ഈ സുലൈമാന്റെ സഹോദരി ഇതിനു മുമ്പ് എവിടെയാന്നാ പറഞ്ഞിന്? കൽക്കട്ടയില് മിലിറ്ററിയിൽ നഴ്സായിരുന്നു. നല്ല സുന്ദരിയാണ് സഹോദരി. എന്റെ ഓൾ ഇതുവരെ കല്യാണം ഒന്നും കഴിക്കാഞ്ഞേ? സാറേ, ഓളുടെ പേര് റേഷൻ കാർഡിൽ ചേർക്കാൻ എന്താ ചെയ്യണ്ടത്? നമ്മൾ ചോദിച്ചതല്ലോ, ഈ സുന്ദരിയായ സഹോദരിനെ ഇതുവരെയായിട്ട് എന്താ കല്യാണം കഴിപ്പിക്കാഞ്ഞെന്ന്. സ്വന്തം ഭാര്യനെ പിരിഞ്ഞു കഴിയുന്ന എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത്. അതും സഹോദരിന്റെ കല്യാണം തമ്മിൽ എന്താ ബന്ധം? ഇക്കിന്റെ പെങ്ങള് ജീവനാ, ഞങ്ങൾക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റൂല. അതന്നെ. എന്നാലും ഇത്രയും സുന്ദരിയായ ഒരു യുവതിയോട് നിങ്ങൾ കാണിക്കുന്നത് ക്രൂരതയല്ലേ? സാർ, ആ വഴിക്കുന്ന് മാറി ചിന്തിക്ക്. ഓളുടെ പേര് റേഷൻ കാർഡിൽ ചേർക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്ക്. ഇന്റെ വകയിൽ നല്ലൊരു ചെക്കുണ്ട്, ഓനെ കൊണ്ട് നമുക്കൊന്ന് ആലോചിപ്പിച്ചാലോ? അതെ, ഓളുടെ കല്യാണക്കാര്യം ഞാൻ പിന്നീട് ആലോചിച്ചോളാം. സാറ് ഓളുടെ പേര് റേഷൻ കാർഡിൽ ചേർക്കുന്നതിനെ കുറിച്ച് ചിന്തിക്ക്. ഇതിലെന്തോ പ്രശ്നമുണ്ടല്ലോ സുലൈമാനെ. ഏതായാലും ഞാൻ 2 ദിവസം കൂടി വന്നുകൊണ്ട് ഇൻസ്പെക്ഷൻ നടത്തട്ടെ, എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. ഇനി ഇപ്പൊ തൽക്കാലം സുലൈമാൻ പോയിക്കോ. ഞാൻ പോട്ടെ എന്നാ. സമയം തീരുമാനിച്ചാൽ മതി, ആ സമയത്തല്ലേ ഇൻസ്പെക്ഷൻ. അല്ല സാറേ, നിങ്ങൾ എന്ത് കളിയാ കളിക്കുന്നത്? കാലം കുറെ ഞാൻ ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളി. എന്ത് പറഞ്ഞോളായി? അല്ല, ഞാൻ ഇവിടെ ചായയും പടയും ബോണ്ടൊക്കെ ആയിട്ട് കുറെ ചെലവാക്കിണ്ടേ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളും പറഞ്ഞോളെ. കൈക്കൂലി എന്ന് പറഞ്ഞാൽ ഞമ്മക്ക് കലിയാ. അന്നോട് നമ്മൾ കൈക്കൂലി ചോദിച്ചു ഇവിടുന്ന്. അല്ലെങ്കിലും ഇവിടെ ആർക്കും കൈക്കൂലി വേണ്ടല്ലോ, ചായം പടയും മതിയല്ലോ. ഇൻസ്പെക്ഷൻ കഴിയട്ടെ, ഒക്കെ ശരിയാക്കാം. അല്ല, ഇത് എപ്പോഴാ കഴിയത്? എന്ത്? 10-16 ദിവസമായി നിങ്ങൾ ഇൻസ്പെക്ഷൻ ആണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് എന്റെ കുടുംബത്തിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. ലാസ്റ്റ് എൻക്വയറി, അതായത് അവസാനത്തെ അന്വേഷണം നാളോ മറ്റന്നാളോ നടക്കും. പോരെ? ഇത് കഴിഞ്ഞിട്ട് വേണം എന്റെ ഭാര്യനെ ദുബായിക്ക് കൊണ്ടുപോവാൻ. എവിടേക്ക്? ദുബായിക്ക്.
ആ അപ്പൊ എന്തായാലും ശരിയാവും. ശരിയാവൂലോ? ശരിയാക്കും ഞാൻ. അല്ലെങ്കിൽ അതിന് വല്ല വാടാ ബോണ്ട വേണമെങ്കിൽ പറഞ്ഞോളാട്ടാ, കൊണ്ടുവന്നാരാ. എന്നോട് മലയാളത്തിൽ ഒരു തവണ നമ്മൾ പറഞ്ഞു ചോദിച്ചു എന്നുള്ളോ? ആ ചെല്ല്. എനിക്ക് രണ്ടെണ്ണം കൂടുതൽ പെണ്ണുപിടിക്ക് കൊടുക്കാനുള്ള കുട്ടികൾക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടേ തരാം. എടാ ഹംകേ, ആഫീസറെ എവിടെയാണെടാ ഓഫീസർ? നിങ്ങളല്ലെന്നേ നമ്മുടെ ഓഫീസർ. ദുഷ്ടൻ, വഞ്ചകൻ, നീചൻ. അതൊക്കെ തന്നെയാ ഞങ്ങൾക്കും പറയാനുള്ളത്. കശ്മലൻ, ദുഷ്ടൻ, കുമാർഗി. കുമാർജിയോ? നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂളിക്കൊണ്ടിരുന്നോളെ. നിങ്ങൾ എന്താ ഞാൻ വന്നതിന്റെ കാര്യം എന്തെങ്കിലും ഒന്ന് ചോദിക്കണ്ട. എടാ എന്റെ ഭാര്യനെയാണോ തട്ടിക്കൊണ്ടിരിക്കണത് അറിയോ? നിങ്ങളെന്താ അങ്ങോട്ടും കൂടി ചിരിച്ചു കളിക്കാ? എടോ 1ഉം 2ഉം തവണ അല്ല 18 തവണയാണ് ഇൻസ്പെക്ഷൻ ആണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഓന്റെ വീട്ടിൽ കയറി കേൾക്കണത്. എത്ര പ്രാവശ്യം? 18. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണ്? വെറുതെ കിടന്ന് ചിരിക്കണത്. എടോ ഈ കാര്യം ഞങ്ങൾക്ക് നേരത്തെ അറിയാം. അതും അറിയോ? ദാ, ഇത് വെച്ചോളൂ. ഞങ്ങളുടെ ഓഫീസറുടെയും നിങ്ങളുടെ പുതിയ ഭാര്യയുടെയും കല്യാണത്തിന്റെ ചെലവാ. അവന്റെ മോളെ എങ്ങനെ ഇയൊക്കെ ഇവിടെ പിടിച്ചു നിൽക്കണ്? ആ പഹേനെങ്ങാനും എന്റെ കയ്യിൽ കിട്ടിയ അന്ന് കൊല്ലു ഞാൻ അവനെ. അല്ല, എന്തിനാ നിങ്ങൾ നിന്നിട്ട് ഇങ്ങനെ പടക്കണത്? ഒളിച്ചോടി പോയത് നിങ്ങളുടെ ഭാര്യ ഒന്നും അല്ലല്ലോ, പെങ്ങളല്ലേ? ഇനി ഒരു കല്യാണം കഴിക്കണമെങ്കിൽ കായ് എത്ര ചെലവാക്കണം? അല്ല മോളെ, അന്റെ പേരെന്താ?